നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ ആൻസൺ മാത്യൂസ് ഫ്രം റിഫ്ലക്ഷൻസ് കാർ കെയർ. ഇന്ന് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് ഒരു ഓൾ ന്യൂ ഹുണ്ടായ് വെർണ കാറിൻ്റെ ഹെഡ്ലൈറ്റ് അപ്ഗ്രേഡ് ആണ്. അപ്പോൾ ഇതിൽ രണ്ട് കാര്യങ്ങളാണ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന പ്രൊജക്ടർ ഒരു ഹെല്ല G5 പ്രൊജക്ടറാണ്. അത് കൂടാതെ അതിലൊരു ഡീമണൈസും കൂടെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അതായത് ഒരു RGB ഡീമണൈസ്, മൊബൈലിൽ തന്നെ ഒരു ആപ്പ് ഉപയോഗിച്ചിട്ട് കളർ ചേഞ്ച് ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു ഡീമണൈസ്. അത് ജസ്റ്റ് ഒരു ഫാൻസി പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതാണ്. മെയിൻ ആയിട്ടുള്ള അതിൻ്റെ അത് ടാസ്ക് എന്ന് പറയുന്നത് നമ്മുടെ പ്രൊജക്ടർ ഇൻസ്റ്റലേഷനാണ്, ലൈറ്റ് ഔട്ട്പുട്ട്. അത് തന്നെയാണ് നമ്മളിവിടെ ഫോക്കസ് ചെയ്യുന്നത്. നമ്മളിവിടെ സാധാരണ രീതിയിൽ ചെയ്യുന്നതെല്ലാം ഒരു വാം കളർ ബൾബുകൾ തന്നെയാണ് ഉപയോഗിക്കാറ്. നമുക്ക് രാത്രി കറക്റ്റ് വിസിബിലിറ്റി കിട്ടണമെങ്കിൽ എപ്പോഴും വാം ബൾബ്സ് ആണ് എപ്പോഴും നല്ലത്. ഒരിക്കലും ഒരു വൈറ്റ് ഹെഡ്ലൈറ്റ് ഞാൻ ഇവിടുന്ന് അപ്ഗ്രേഡ് കൊടുക്കാറില്ല, ആർക്കും റെക്കമെൻഡ് ചെയ്യാറുമില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ വാഹനത്തിൻ്റെ പെർഫോമൻസ് എന്താണ് ചേഞ്ച് വന്നിരിക്കുന്നത് എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ വീഡിയോ ഒന്ന് കണ്ടു മനസ്സിലാക്കാം. ഈ ഒരു വാഹനത്തെക്കുറിച്ചാണ് നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഹുണ്ടായ് വെർണയുടെ ഓൾ ന്യൂ ഹുണ്ടായ് വെർണയാണ്. ഇതിൻ്റെ ഒരു ബിഫോർ വീഡിയോ ഷൂട്ട് ചെയ്യാനായിട്ട് സാധിച്ചില്ല, പ്രത്യേക കാരണങ്ങൾ കൊണ്ട് ഷൂട്ട് ചെയ്യാനായിട്ട് സാധിച്ചില്ല. നമ്മൾ ഇതിന് ശേഷമുള്ള വർക്കിന് ശേഷമുള്ള വീഡിയോ ആണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആദ്യമേ നമ്മൾ കാണുന്നത് ഇപ്പോൾ ഇവിടെ ഡീമണൈസ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. നമ്മളൊരു ഹെല്ല G5 പ്രൊജക്ടറും ഡീമണൈസും ആണ് ഈ വാഹനത്തിൽ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ഡീമണൈസിൻ്റെ ഒരു അപ്പിയറൻസും അതിൻ്റെ ഒരു വ്യൂ ഒക്കെയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതൊരു പക്ക ഫാൻസി ഐറ്റം മാത്രമാണ്, കാരണം ഒരു ഷോയ്ക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കുന്നതാണ്. അതായത് പ്രത്യേകിച്ച് ഇതിന് പർപ്പസ് ഒന്നുമില്ല, കാണാനുള്ളൊരു ഷോ അത്ര മാത്രമേ ഉള്ളൂ. ഒരു മൊബൈൽ ആപ്പ് വഴി കൺട്രോൾ ചെയ്യുന്ന RGB ഡീമണൈസ് ആണ് ഈ വാഹനത്തിൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ മൊബൈലിൽ നമ്മൾ കളർ മാറ്റുന്നതനുസരിച്ചിട്ട് വാഹനത്തിൽ ഈ പ്രൊജക്ടറിൻ്റെ കളറ് ചേഞ്ച് ആയി വരും. അതായത് ബ്ലൂ ഉണ്ട്, യെല്ലോ ഉണ്ട്, ഓറഞ്ച്, ഗ്രീൻ, റെഡ്, അങ്ങനെ പലതരത്തിലുള്ള കളേഴ്സ് ഉണ്ട്. നമുക്കതിൻ്റെ ഇൻ ബിറ്റ്വീൻ പല കളർ ഷെയ്ഡുകൾ, അതുപോലെ തന്നെ അത് ഗ്രേഡിയൻ്റ് ആയിട്ട് പല കളറുകൾ മാറി വരുന്ന ഓപ്ഷൻ, അങ്ങനെ പല രീതിയിൽ ഇത് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയെല്ലാം കൺട്രോൾ ചെയ്യുന്ന ഒരു ആപ്പ് ഉണ്ട്. അപ്പോൾ അതിൽ തന്നെ ഒരുപാട് ഓപ്ഷൻസ് വേറെ ഉണ്ട്. നമ്മൾ മുമ്പുള്ള വീഡിയോസിലും പലതിലും അത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഈ RGB ഡീമണൈസ്. അപ്പോൾ ഇനി നമ്മൾ മെയിനായിട്ട് ചെയ്തിരിക്കുന്ന ഈ ഹെല്ല G5 പ്രൊജക്ടർ, അതിൻ്റെ ഔട്ട്പുട്ട് അല്ലെങ്കിൽ അതിൻ്റെ പെർഫോമൻസ് എന്താണെന്നുള്ളതാണ് നമുക്ക് കൃത്യമായിട്ട് അറിയാനുള്ളത്. അപ്പോൾ ആ ഒരു രീതിയിലേക്ക് നമുക്ക് നീങ്ങാം. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഹെഡ്ലൈറ്റ് ഓൺ ചെയ്യാം. അപ്പോൾ ഇവിടെ ഹെഡ്ലൈറ്റ് ഓൺ ആയി വരുന്നുണ്ട്. അപ്പോൾ അതിനൊരു ബ്ലൂ ഷെയ്ഡൊക്കെ ഉണ്ട്. അത് മാറിയിട്ട് അതിൻ്റെ ഒരു വാം കളർ ടെമ്പറേച്ചറിലേക്ക് എത്തും. അതിനൊരു കുറച്ച് ടൈം എടുക്കും. HID ബൾബിന് ഒരു വാമിംഗ് അപ്പ് ടൈം ഉണ്ട്. അതാണ് ആ കളർ ചേഞ്ച് വരുന്നത്. അപ്പോൾ ഏകദേശം ഒരു 10 to 15 സെക്കൻഡ്സിലാണ് അത് കറക്റ്റ് കളർ ടെമ്പറേച്ചറിലേക്ക് എത്തുക. ഇപ്പോൾ ഏതാണ്ട് ഒരു വാം കളറിലേക്ക് ആയിട്ടുണ്ട്. അപ്പോൾ ഈ ലൈറ്റ് നമുക്കൊന്ന് മെഷർ ചെയ്ത് നോക്കാം. നമുക്കിപ്പോൾ ലോ ബീമിലൂടെ കിട്ടുന്നത് ഒരു 2000 ലക്സസ് ആണ്. മുമ്പ് നോർമലി ഉണ്ടായിരുന്ന ഒരു 700 ലക്സസ് ആയിരുന്നു. ഹാലജൻ ബൾബാണ് ഇതിൽ കിടന്നിരുന്നത്. അതിനൊരു 700 ലക്സസ് ആയിരുന്നു. ഇപ്പോൾ അതൊരു 2000 ലക്സസിലേക്ക് മാറിയിട്ടുണ്ട് ലോ ബീം. അപ്പോൾ ഹൈ ബീം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 2900 ലക്സസിലേക്കാണ് ഇമ്പ്രൂവ് ചെയ്തിരിക്കുന്നത്. ഹൈ ബീമിൽ നോർമലി ഹാലജൻ ബൾബിന് ഒരു 1300 ലക്സസ് ഒക്കെയാണ് കിട്ടുക. പിന്നെ നമുക്കൊരു ഡ്രൈവ് പോയി നോക്കാം. സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ഒരു യൂഷ്വൽ ഡ്രൈവ്. അപ്പോൾ ഇവിടെ നമ്മുടെ ലോ ബീമിൽ ഇപ്പോൾ കാണുന്ന ഒരു കട്ട് ഓഫാണ് കാണുന്നത്. അതുപോലെ തന്നെ ഹൈ ബീം നമുക്ക് കാണാം. വളരെ ഭംഗിയായിട്ട് റോഡ് കാണാം. ആ കട്ട് ഓഫും ലൈനും അതെല്ലാം കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെയാണ് നമ്മുടെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു. ഇനി അത് നമുക്കൊന്ന് ഡ്രൈവ് ചെയ്ത് നോക്കാം. അതിൽ ചെയ്തതിൽ എന്തെങ്കിലും പോരായ്മകളോ എന്തെങ്കിലും കറക്ഷൻസ് എന്തെങ്കിലും ചെയ്യാനുണ്ടോ എന്നുള്ള ഓടിച്ചു നോക്കുന്നൊരു പ്രോസസ്സാണ് ഇപ്പോൾ കാണാൻ പോകുന്നത്. ഇപ്പോൾ വാഹനം മൂവ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്കതിൻ്റെ ആ കട്ട് ഓഫ് കാണാം. കാരണം രണ്ട് സെപ്പറേറ്റ് കട്ട് ഓഫുകൾ ഒരു ലോങ് വ്യൂവിൽ മെർജായിട്ട് രണ്ടും കൂടി ഒറ്റ കട്ട് ഓഫ് ആയിട്ട് നമുക്ക് കാണാം ലോ ബീമിൽ. ഇതിപ്പോൾ കാണുന്നത് നമ്മുടെ ഹൈ ബീമാണ്. വളരെ ഭംഗിയായിട്ടുള്ള ലൈറ്റ് ത്രോ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. റോഡ് നല്ല ക്ലിയർ ആയിട്ട് തന്നെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈവൻ ലോ ബീമിലാണെങ്കിൽ പോലും രണ്ട് സൈഡിലേക്കുള്ള വൈഡ് സ്പ്രെഡും എല്ലാ റോഡിലുള്ള എല്ലാ സംഗതികളും വളരെ നമുക്ക് ഭംഗിയായിട്ട് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. എതിരെ വരുന്ന വാഹനങ്ങളിലാണെങ്കിലും കൃത്യമായിട്ട് തന്നെയാണ് ലൈറ്റ് ത്രോ പോകുന്നത്. ഒരു തരത്തിലും എതിരെ വരുന്ന വാഹനങ്ങളിലുള്ളവരെ ബുദ്ധിമുട്ടിക്കാത്ത രീതിയിൽ ആ സൈഡിൽ കിടക്കുന്ന വാഹനത്തിൻ്റെ ആണെങ്കിലും ആ വിൻഷീൽഡിൻ്റെ മുകളിലേക്ക് നമ്മുടെ ലൈറ്റ് കട്ട് ഓഫ് പോയിട്ടില്ല. അപ്പോൾ അത് തന്നെ വളരെ കറക്റ്റായിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. വളരെ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി അതിൻ്റെ അകത്ത് പ്രത്യേകിച്ച് കറക്ഷനും കാര്യങ്ങളൊന്നും ചെയ്യാനുമില്ല എന്നുള്ളത് ഫസ്റ്റ് വാഹനം വന്നപ്പോൾ തന്നെ ബോധ്യപ്പെട്ടു. അപ്പോൾ ഇനി നമുക്ക് ആ ഡ്രൈവ് ഒന്ന് എൻജോയ് ചെയ്യുക. ഈ വാഹനത്തിൽ കാണുന്നുള്ള ആ ഒരു രീതിയിൽ നമുക്ക് തന്നെ ഓടിച്ചു പോകാം. അപ്പോൾ ഈ എൻ്റെ ഡ്രൈവ് ഒന്ന് എൻജോയ് ചെയ്ത് പോകാമെന്ന് മാത്രമാണ് ഇനിയുള്ളത്.
ഇത് നമ്മൾ സ്ഥിരമായിട്ട് ടെസ്റ്റ് ഡ്രൈവ് പോകുന്ന റൂട്ടാണ്. എല്ലാവർക്കും അറിയാം, വീഡിയോ കാണുന്ന എല്ലാവർക്കും അറിയാം. എല്ലാ ദിവസവും എല്ലാം കാണുന്നതും ഇതേ റൂട്ട് തന്നെയാണ്. ഞാൻ പറയുന്നതും ഏകദേശം ഒരേ കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ എങ്കിൽ കൂടി പുതിയതായിട്ട് കാണുന്ന ഒരാൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ എക്സ്പ്ലനേഷൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ഒരു 55 വാട്ട് ബൾബ്, അതുപോലെ തന്നെ ബാലസ്റ്റ്, ഒരു ക്യാൻബസ് എനേബിൾഡ് ആയിട്ടുള്ളൊരു ബാലസ്റ്റ്, അതിൽ തന്നെ 4300 കെൽവിൻ കളർ ടെമ്പറേച്ചറുള്ള ഒരു ബൾബ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ലൈറ്റ് ഔട്ട്പുട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഒരു വൈറ്റ് പോലെ വീഡിയോയിൽ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് കുറച്ചുകൂടി കൂടി വാമായിട്ടാണ് നമുക്ക് റോഡിൽ നേരിട്ടുള്ള വിസിബിലിറ്റിയിൽ ഒരു കുറച്ചുകൂടി വാമായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുക. ഇപ്പോൾ വാഹനം ഡ്രൈവ് ചെയ്യുന്നത് അതിൻ്റെ ഓണറാണ്, നമ്മുടെ കസ്റ്റമറാണ്. അപ്പോൾ അദ്ദേഹം അതിൻ്റെ ആ പെർഫോമൻസ് ചെയ്യുന്നതിൽ വളരെ ഹാപ്പിയാണ്. ആദ്യം ഉണ്ടായിരുന്ന ഒരു ഹാലജൻ ബൾബായിരുന്നു. ഞാൻ എടുത്തു പറയാം, ഈ വാഹനം വന്നിരിക്കുന്നത് ഹൈദരാബാദിൽ നിന്നാണ്. കസ്റ്റമർ ഹൈദരാബാദിൽ നിന്നാണ്. കാര്യം മലയാളിയാണെങ്കിലും അദ്ദേഹം ഈ ഒരു വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വന്നത്. നേരത്തെ തന്നെ വിളിച്ച് അപ്പോയിൻമെൻ്റ് എടുത്താണ് വന്നിരിക്കുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു ഹൈദരാബാദ് കസ്റ്റമർ എന്ന് വേണമെങ്കിൽ നമുക്കിവിടെ പറയാം. എന്തായാലും ആളുടെ സന്തോഷം എന്നോട് പറഞ്ഞു. കാരണം വളരെ ഭംഗിയായിട്ട് പെർഫോമൻസ് ചേഞ്ച് വന്നിട്ടുണ്ട്. ഹാലജൻ ബൾബ് കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുകയായിരുന്നു. കാരണം റോഡ് കാണാനായിട്ടൊക്കെ വലിയ ബുദ്ധിമുട്ടായിരുന്നു. ലോങ് ഡ്രൈവിലൊക്കെ വളരെ ബുദ്ധിമുട്ടിയിട്ടാണ് വാഹനം ഓടിച്ചിരുന്നത്. ഇനി വളരെ സന്തോഷമായിട്ടും വളരെ സേഫായിട്ടും വാഹനം ഓടിക്കാമെന്ന് അദ്ദേഹം ഇപ്പോൾ എന്നോട് പറഞ്ഞു കഴിഞ്ഞു. കാരണം മുമ്പ് റോഡ് തീരെ കാണാതിരുന്നുവെങ്കിൽ ഇപ്പോൾ വളരെ ഭംഗിയായിട്ട് ആവശ്യത്തിൽ കൂടുതൽ വെളിച്ചമുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. ആ രീതിയിലുള്ള ലൈറ്റ് ഇമ്പ്രൂവ്മെൻ്റ് ആണ് ഇപ്പോൾ നമുക്കിവിടെ കിട്ടുന്നത്. അപ്പോൾ അത് നമുക്ക് വീഡിയോയിലും കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. വളരെ ഭംഗിയായിട്ട് നമുക്ക് റോഡ് കാണാം. ആ സൈഡിലേക്കുള്ളതാണെങ്കിലും കവറേജ് ആണെങ്കിലും എക്സ്ട്രാ ഒരു ഫോഗ് ലാമ്പിൻ്റെ ആവശ്യം പോലും ഇവിടെ വരുന്നില്ല. കാരണം അത്രയും നല്ല രീതിയിൽ നമുക്ക് റോഡ് വിസിബിലിറ്റി കിട്ടുന്നുണ്ട്. നമ്മുടെ വണ്ടിയുടെ ബോഡിയോട് ചേർന്നുള്ള ഭാഗം മുതൽ ആ ലോ ബീമിൻ്റെ കട്ട് ഓഫ് ലൈൻ വളരെ ഷാർപ്പായിട്ട് നമുക്ക് റോഡ് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇത്രയുമാണ് ഒരു ഹെഡ്ലൈറ്റിൻ്റെ പർപ്പസ് വരുന്നത്. അതുപോലെ തന്നെ ഒരു കാരണവശാലും എതിരെ വരുന്നവർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിലായിരിക്കും ഇതിൻ്റെ കട്ട് ഓഫ്. കാരണം ആ കട്ട് ഓഫ് ലൈനിൻ്റെ മുകളിലേക്ക് ഒരു തരി പോലും വെളിച്ചം പോകില്ല എന്നുള്ളതാണ് ഒരു പ്രൊജക്ടർ ഹെഡ് ലാമ്പിൻ്റെ മെയിൻ ആയിട്ടുള്ള അഡ്വാൻറ്റേജ്. ഇതൊരു ഹാലജൻ ബൾബ് അല്ലെങ്കിൽ ഹാലജൻ റിഫ്ലക്ടറിൽ നിന്നുള്ള ലൈറ്റ് ആണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കുറച്ച് ഗ്ലെയർ മേപ്പോട്ട് പോകും. നമ്മൾ പവർ കൂടിയ ബൾബൊക്കെ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ ഗ്ലെയർ മുകളിലേക്ക് പോകും. പ്രൊജക്ടറിൽ ഒരു കാരണവശാലും ഈ കട്ട് ഓഫിൻ്റെ മുകളിലേക്ക് ഒരു തരി വെളിച്ചം പോലും പോകില്ല. അപ്പോൾ അത് എതിരെ വരുന്നവർക്ക് കുറച്ചുകൂടെ കംഫർട്ടബിൾ ആണ്. പക്ഷേ ഹൈ ബീം തീർച്ചയായിട്ടും എതിരെ വരുന്നവർക്ക് ഡിസ്റ്റർബിംഗ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ വളരെ കൺട്രോൾഡ് ആയിട്ടാണ് നമ്മൾ ഹൈ ബീം ഉപയോഗിക്കേണ്ടത്. തീർച്ചയായിട്ടും ഞാൻ പല വീഡിയോകളിലും പറയാറുണ്ട്, നമ്മൾ എതിരെ വാഹനങ്ങൾ വരുമ്പോൾ മാത്രമല്ല, ഒരു വാഹനത്തിൻ്റെ പുറയിലൂടെ പോകുമ്പോഴും ഈ ഹൈ ബീം ഉപയോഗിക്കാൻ പാടില്ല. കാരണം ഒരു 3 മിററുകളാണ് നമ്മുടെ വാഹനത്തിൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ 3 മിററുകളും തീർച്ചയായിട്ടും ഒരു ഡ്രൈവറുടെ കണ്ണിലേക്കായിരിക്കും ഫോക്കസ് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ നമ്മൾ പുറകിൽ നിന്നൊരു ഹൈ ബീം അടിച്ചു കഴിഞ്ഞാൽ, ഹൈ ബീം ഇട്ട് ഒരു വാഹനം ഫോളോ ചെയ്യുന്ന സമയത്ത് ആ ഡ്രൈവർക്ക് വളരെ രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ അതുകൊണ്ട് ഒരു കാരണവശാലും ഒരു വാഹനത്തെ ഫോളോ ചെയ്യുമ്പോഴും നമ്മുടെ ഹൈ ബീം ഉപയോഗിക്കാതിരിക്കുക. എപ്പോഴും ലോ ബീമിൽ ഡ്രൈവ് ചെയ്യുക. അപ്പോൾ സ്റ്റേ സേഫ്. അപ്പോൾ നമ്മൾ ചെയ്തിരിക്കുന്ന ഡീമണൈസിൻ്റെ ഭംഗി ഒന്നോടെ ഒന്ന് ആസ്വദിക്കാം. അപ്പോൾ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വരുന്നു. ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ഇതുപോലെയുള്ള വർക്കുകൾ ചെയ്യാനായിട്ട് ഞാനിവിടെ നമ്പർ കൊടുത്തിട്ടുണ്ട്, കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട്. നമ്പറിൽ കോൺടാക്ട് ചെയ്യുക, നേരത്തെ ബുക്ക് ചെയ്ത് അപ്പോയിൻമെൻറ്റ് എടുത്തിട്ട് വരിക. നമുക്ക് വളരെ ഭംഗിയായിട്ട് ഈ ഇതുപോലെയുള്ള വർക്കുകൾ ചെയ്ത് പോകാവുന്നതാണ്. അപ്പോൾ പുതിയൊരു വാഹനവും അതിൻ്റെ വിശേഷങ്ങളുമായിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ഉടനെ തന്നെ കാണാം. എല്ലാവർക്കും ബൈ ബൈ.